അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 8 ബയോളജി ചാപ്റ്റർ 3 സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഫസ്റ്റ് ഒബ്സർവ്ഡ് ആൻഡ് നെയിം സെൽസ് ഇൻ 6065? അപ്പോൾ സെല്ല് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് ഒബ്സർവ് കോർക്ക് സെൽ അണ്ടർ എ മൈക്രോസ്കോപ്പ് ആൻഡ് നെയിം ദം സെൽസ്. അപ്പോൾ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് സെൽസ് ഒബ്സർവ് ചെയ്തത്. അടുത്തത് ഹു ഡിസ്കവേർഡ് മൈക്രോ ഓർഗാനിസം ഇൻ പോണ്ട് വാട്ടർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫാദർ ഓഫ് മൈക്രോബയോളജി. അപ്പോൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പോണ്ട് വാട്ടറിൽ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്കവർ ചെയ്തത്. അതാരാണ്? ആൻ്റണി വാൻ ലൂവൻ ഹുക്കാണ്. ഓക്കെ. അടുത്തത് ഹു കൺക്ലൂഡഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് ഓഫ് സെൽസ്? എല്ലാ പ്ലാന്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞത് ആരാണ്? അത് നമ്മുടെ സ്ക്ലീഡനാണ്. മത്തായിസ് ജേക്കബ് സ്ക്ലീഡനാണ് പറഞ്ഞത് എല്ലാ പ്ലാന്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ഹു കൺക്ലൂഡഡ് ദാറ്റ് ഓൾ അനിമൽസ് ആർ മെയ്ഡ് ഓഫ് സെൽസ്? അനിമൽസ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? അത് ഷ്വാനാണ്, തിയോഡർ ഷ്വാനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഹു പ്രപ്പോസ് ദാറ്റ് ന്യൂ സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ? ഒരു പുതിയൊരു കോശം ഉണ്ടാവുന്നത് മുന്നേ ഉണ്ടായ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കോശത്തിൽ നിന്നാണ് പുതിയൊരു സെൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത് ആരാണ്? അത് റുഡോൾഫ് വിർച്ചോ ആണ്. അടുത്തത് വിച്ച് 3 സയൻറ്റിസ്റ്റ് ടുഗദർ ഡെവലപ്പ് ദ സെൽ തിയറി? അപ്പോൾ സെൽ തിയറി ഡെവലപ്പ് ചെയ്തത് ആരൊക്കെയാണ്? സ്ക്ലീഡൻ, ഷ്വാൻ, വിർച്ചോ. ഇവർ മൂന്നുപേരും കൂടി ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. ഓക്കെ. അടുത്തത് വാട്ട് അബൌട്ട് ദി എൻ ഇൻ സെൽ തിയറി ന്യൂമോണിക് ABN സ്റ്റാൻഡ് ഫോർ? എൻ എന്ന് പറയുന്നത് ന്യൂ സെൽസ് കം ഫ്രം ഓൾഡ് സെൽസ്. അടുത്തത് വാട്ട് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഐ? 0.2 mm എന്നതാണ് റെസൊല്യൂഷൻ. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് തമ്മിലുള്ള അകലം നമുക്ക് കറക്റ്റായിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. രണ്ട് പോയിന്റുകൾ കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാനായിട്ടുള്ള ആ ഒരു ഇതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഐക്ക് രണ്ട് പോയിന്റ് മനസ്സിലാക്കണമെങ്കിൽ, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് ഒരു 0.2 mm എങ്കിലും ഡിസ്റ്റൻസിൽ നിൽക്കണം. അടുത്തത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഹാസ് ഹൗ മെനി ലെൻസസ് ആൻഡ് വാട്ട് മാഗ്നിഫിക്കേഷൻ? ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ ഒരു ലെൻസേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ 10x ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എത്ര ലെൻസസും അതിൻ്റെ മാഗ്നിഫിക്കേഷൻസും? കോമ്പൗണ്ട് ലെൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലെൻസസ് ഉണ്ട്. ഒരു 1000x ഒക്കെയാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ. അടുത്തത് വാട്ട് ഡസ് ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലാസ് ലെൻസസ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസസ് അല്ലാതെ വേറെ എന്താണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റുകൾ. ഓക്കെ. അടുത്തത് ഹു ഇൻവെൻറ്റഡ് ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റസ്കിയും മാക്സ് നോളുമാണ്. 1931 ഏണസ്റ്റ് റസ്കിയും മാക്സ് നോളുമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. അടുത്തത് ഇഫ് ഐ പീസ് പവർ ഈസ് 10x ആൻഡ് ഒബ്ജക്റ്റീവ് പവർ ഈസ് 40x? അപ്പോൾ ഐ പീസിൻ്റെ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറയുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസിൻ്റെ പവർ 10x ഒബ്ജക്റ്റീവിൻ്റെ പവർ 40x ആണെങ്കിൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? 10 × 40 400x ആണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ. അടുത്തത് വിച്ച് മൈക്രോസ്കോപ്പ് പാർട്ട് പ്രൊഡ്യൂസ് ദ ഫസ്റ്റ് എൻലാർജ് ഇമേജ് ഓഫ് ദ സ്പെസിമെൻ്റെ ഒരു നല്ല വലിയ എൻലാർജ്ഡ് ഇമേജ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഏത് ഭാഗത്താണ്? അത് ഒബ്ജക്റ്റീവ് ലെൻസുകളാണ്. അടുത്ത വിച്ച് പാർട്ട് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് റീച്ചിങ് ദ സ്പെസിമെനിലേക്ക് ലൈറ്റ് എത്തണം. ആ ഒരു ലൈറ്റിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഡയഫ്രം ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത വിച്ച് നോബ് ഈസ് യൂസ്ഡ് ഫോർ റഫ് ഓർ ക്വിക്ക് ഫോക്കസിങ് ഇൻ എ മൈക്രോസ്കോപ്പ്? നമുക്ക് വെറുതെ റഫായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് യൂസ്ഡ് ടു ഗിവ് കളർ ടു എ സ്പെസിമെൻ ഫോർ ക്ലിയർ ഒബ്സർവേഷൻ അണ്ടർ എ മൈക്രോസ്കോപ്പ്? നമുക്കൊരു സ്പെസിമെനെ കളർ കൊടുക്കാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സ്റ്റെയിൻ, സഫ്രാനിൻ പോലുള്ള സ്റ്റെയിനുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത വൈ ഈസ് ഗ്ലിസറിൻ ആഡഡ് വെൻ പ്രിപ്പറിങ് എ സ്ലൈഡ്? അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ ഗ്ലിസറിൻ ആഡ് ചെയ്യും. അതെന്തിനാണ്? അത് ടു പ്രിവെൻറ്റ് സ്പെസിമെൻ ഫ്രം ഡ്രൈയിങ്, അതായത് ആ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമ്മൾ വെച്ചേക്കുന്ന സ്പെസിമെൻ ഉണങ്ങി പോവാതിരിക്കാനായിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി വെക്കാനായിട്ടാണ് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വാട്ട് ഈസ് എ കറക്റ്റ് ഓർഡർ ഇൻ സ്ലൈഡ് പ്രിപ്പറേഷനിൽ നമ്മൾ ആദ്യം തന്നെ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ ഒരു
ഇതാണ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മളതിന് നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്യുക. അതിലേറ്റവും വളരെ തിന്നായിട്ടുള്ള ആ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെയിനിലേക്ക് മുക്കുക. സ്റ്റെയിൻ മുക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം സ്റ്റെയിൽ വെച്ച് കഴിഞ്ഞിട്ട് എക്സസ് സ്റ്റെയിൻ റിമൂവ് ചെയ്യുക. പിന്നെ നമ്മളൊരു സ്ലൈഡ് എടുത്തിട്ട് അതിൽ ഗ്ലിസറിൻ ഒഴിക്കുക, ആ ഒരു ഇത് വയ്ക്കുക. എന്നിട്ട് കവർ സ്ലിപ്പ് വെച്ചിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക. അടുത്തത്, വാട്ട് ഈസ് ദ ഔട്ടർ കവറിങ് ഫൗണ്ട് ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സെൽ. ഇപ്പോൾ ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാന്റ് സെല്ലായാലും അനിമൽ സെല്ലായാലും അതിൻ്റെ ഔട്ടർ കവറിങ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ടാണ്. അടുത്തത്, വാട്ട് അഡീഷണൽ കവറിങ് ഡു പ്ലാന്റ് സെൽ ഹാവ് ഔട്ട്സൈഡ് സെൽ മെംബ്രെയിൻ. പ്ലാന്റ് സെൽസിൻ്റെ പ്രത്യേകത അവർക്ക് സെൽ മെംബ്രെയിൻ കൂടാതെ അതിൻ്റെ പുറത്ത് ഒരു എക്സ്ട്രാ കവറിങ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൽ വാൾ. അപ്പോൾ ഈ പ്ലാന്റ്സിൽ മാത്രമാണ് ഈ സെൽ വാൾ ഉള്ളത്. വൈ ഇസ് ദ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയാൻ കാരണം എന്താണ്, അതായത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്തേക്ക് കുറച്ച് സബ്സ്റ്റൻസിനെ മാത്രം അവർ സെലക്റ്റീവ്ലി പെർമിയബിൾ ആക്കി കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ വാട്ടർ, ഓക്സിജൻ, ന്യൂട്രിയൻസ് അങ്ങനെയൊക്കെ അവർ സെലക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കടത്തി വിടുള്ളൂ, സെല്ലിൻ്റെ ഉള്ളിലേക്കായാലും സെല്ലിൽ നിന്ന് പുറത്തേക്കായാലും. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓർഗനൽ ആർ ഫൗണ്ട് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ. രണ്ടുപേരിലും, പ്ലാന്റ്സിലും അനിമൽ സെൽസിലും രണ്ടിലും ഉള്ളത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ച് ഓർക്കാം. ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ഓർക്കേണ്ട ഇതെന്ന് പറഞ്ഞാൽ ഒരു കോഡ് ഓർത്ത് നോക്കാം. ഒന്നില്ലെങ്കിൽ എൻ മെർഗെന്നോ അല്ലെങ്കിൽ എൻ ജേം എന്നെങ്കിലും ഓർത്താൽ മതി. അതായത് ജേം, ജി ഗോൾഗി ബോഡീസ്, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, പിന്നെ മൈറ്റോകോൺട്രിയ. അപ്പം ന്യൂക്ലിയസ് എന്തായാലും ഉണ്ടാവും നമുക്ക് ഉറപ്പാണ്. അതുകൂടാതെ എൻ ജേം അല്ലെങ്കിൽ എൻ മെർഗെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത, വിച്ച് ഓർഗനൽ ആർ ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ്. പ്ലാന്റ്സിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സെൽ ഓർഗനലാണ് വാക്യൂൾസും പ്ലാസ്റ്റിഡ്സും. വാക്യൂൾ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. അങ്ങനെയാണെങ്കിൽ അനിമൽ സെൽസിൽ മാത്രമായിട്ട് അനിമൽ സെല്ലിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ അവർക്ക് സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോൾ പിന്നെ ലൈസോസോം ഇതൊക്കെ അനിമൽ സെല്ലിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ലൈസോസോമും സെൻട്രോസോമും എവിടെയാണുള്ളത്, അനിമൽ സെൽസിലാണുള്ളത്. അടുത്ത, വിച്ച് ഓർഗനൽ ഇസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെൽ. സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മൈറ്റോകോൺട്രിയാണ്. ATP എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോകോൺട്രിയാണ് സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. അടുത്ത, വിച്ച് ഓർഗനൽ ഈസ് നോൺ ആസ് ബ്രെയിൻ ഓഫ് സെൽ. സെല്ലിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്, ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് കൺട്രോൾ സെൻറ്റർ അല്ലെ, ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ബ്രെയിൻ ഓഫ് സെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെയാണ്. അടുത്ത, വിച്ച് ഓർഗനൽ ഈസ് ദ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് സെൽ. പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കുന്നത് റൈബോസോമിൽ വെച്ചിട്ടാണ്. അടുത്ത, വിച്ച് ഓർഗനൽ പാക്ക് ആൻഡ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. ഈ പാക്കിംഗ് ഷിപ്പിംഗ് സെൻറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്, നമ്മളുടെ ഗോൾഗി അപ്പാരറ്റസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രോട്ടീനുകളെയും ലിപ്പിഡിനെയും പാക്ക് ചെയ്ത് കയറ്റി അയക്കുന്ന ഒരു ഫാക്ടറി ഒക്കെ, ഒരു പാക്കിംഗ് ആൻഡ് ഷിപ്പിംഗ് സെൻറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഗോൾഗി അപ്പാരറ്റസ്. അടുത്ത, വിച്ച് ഓർഗനൽ ഈസ് കോൾഡ് സെൽ ഹൈവേ ഫോർ ട്രാൻസ്പോർട്ടിംഗ് മെറ്റീരിയൽ ഇൻസൈഡ് സെൽ. ഒരു ഹൈവേ പോലെ ആക്ട് ചെയ്യുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ന്യൂക്ലിയസിന് ചുറ്റിയിട്ട് ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാം. ന്യൂക്ലിയസിനെ ചുറ്റിയെന്ന് വെച്ചാൽ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബാണ്. നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത, വിച്ച് ഓർഗനൽ ഈസ് സെൽ ക്ലീനർ. സെൽ ക്ലീനർ എന്ന് പറയുന്നത് ആരാണ്, ലൈസോസോം ആണ്. അതെന്താ ചെയ്യുന്നത്, അവർ ഫോറിൻ സബ്സ്റ്റൻസിനെയൊക്കെ നശിപ്പിച്ച് കളയാറുണ്ട്. ഇനി, വിച്ച് ഓർഗനൽ ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ ആൻഡ് ഫൗണ്ട് ഇൻസൈഡ് സെൻട്രോസോം. അപ്പോൾ ഈ ഒരു അനിമൽ സെൽസിൽ സെൽ ഡിവിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ക്രോമാറ്റിൻ ചേഞ്ചസ് ഇൻ ടു വാട്ട്. അപ്പോൾ സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമാറ്റിൻ എന്തായിട്ട് മാറും, ക്രോമസോംസ് ആയിട്ടാണ് മാറുന്നത്. അടുത്ത, വിച്ച് പ്ലാസ്റ്റിഡ് ഈസ് ഗ്രീൻ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിഡ് ആണ് ഏത്, ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഗ്രീൻ എന്ന് പറയുമ്പോൾ ക്ലോറോ ഗ്രീൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അടുത്ത, വിച്ച് പ്ലാസ്റ്റിഡ് ഗീവ് കളർ എന്ന് പറയുമ്പോൾ ക്രോമോ. ഓക്കെ, അപ്പോൾ ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും ഒക്കെ കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡ് ആണ് ക്രോമോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കളർലെസ് എന്ന് കേൾക്കുമ്പോൾ ഏതാണ്, ലൂക്കോപ്ലാസ്റ്റ് ഓർക്കുക. അത് സ്റ്റാർച്ചും ഓയിലും പ്രോട്ടീനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ലൂക്കോപ്ലാസ്റ്റ് ആർ കളർലെസ് പ്ലാസ്റ്റിഡ് ഫൗണ്ട് ഇൻ റൂട്ട്, സ്റ്റെം ആൻഡ് സീഡ്സ് ഫോർ സ്റ്റോറേജ്. അടുത്ത, ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽ പെർഫോമിങ് സെയിം ഫംഗ്ഷൻ. ഒരേപോലത്തെ ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് അടങ്ങുന്നതാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സെൽസുകളൊക്കെ ചേർന്ന് ടിഷ്യൂ ആവുന്നുണ്ട് അല്ലേ. ഇനി, വിച്ച് മെരിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിങ് ലെങ്ത് ഓഫ് ദ പ്ലാന്റ്. വെറുതെ നീളം വെച്ച് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ, അപ്പോൾ പ്രൈമറി ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, വെറുതെ ലെങ്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെരിസ്റ്റമാണ്
എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് മെരിസ്റ്റം ഇൻക്രീസ് ദ തിക്നെസ്, ഇങ്ങനെ സ്റ്റെമ്മും റൂട്ട്സൊക്കെ ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ തിക്നെസ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ മെരിസ്റ്റം. അടുത്തത് ഇന്റർകാലറി മെരിസ്റ്റം ഈസ് ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് ലീഫ് ഓർ നോട്ട്സ് മെയിൻലി ഇൻ വിച്ച് പ്ലാന്റ്. ഏത് പ്ലാന്റ്സിലാണ് ഈ ഇന്റർകാലറി മെരിസ്റ്റം കാണുന്നത്? ഓർക്കും, ഇന്റർകാലറി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രാസസ് ഓർക്കുക, ഗ്രാസസ്, ബാംബു, ഇപ്പോൾ മോണോകോട്ട്സിലൊക്കെയാണ് ഇന്റർകാലറി മെരിസ്റ്റംസ്. അടുത്ത വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ പെർമനന്റ് പ്ലാന്റ് ടിഷ്യൂ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഇതൊക്കെ വെറും സിമ്പിൾ ആയിട്ടുള്ള പെർമനന്റ് പ്ലാന്റ് ടിഷ്യൂസുകളാണ്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഓക്കെ, അങ്ങനെയാണ് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള പെർമനന്റ് പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? സൈലം ആൻഡ് ഫ്ലോയം. സൈലവും ഫ്ലോയം കുറച്ച് കോംപ്ലെക്സ്, സിമ്പിൾ ആണ്. പാരൻകൈമ, സ്ക്ലീറൻകൈമ ആൻഡ് കോളൻകൈമ എന്നൊക്കെ പറയുന്നത്. അടുത്ത വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഈസ് ലിവിങ്, ഹാസ് തിൻ സെൽ വാൾ ആൻഡ് ഫങ്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ്, ഫുഡ് സ്റ്റോറേജ്. അപ്പോൾ തിന്നായിട്ടുള്ള സെൽവാൾ എന്ന് ഓർക്കുമ്പോൾ പാരൻകൈമനെ ഓർക്കുക. വളരെ തിന്നായിട്ടുള്ള സെൽവാൾ എന്ന് ഓർക്കുമ്പോൾ പാരൻകൈമനെയാണ് ഓർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വിച്ച് പ്ലാന്റ് ടിഷ്യൂ ഈസ് ലിവിങ്, ഹാസ് അൺഈവൻലി തിക്കൺ വാൾ ആൻഡ് ഗിവ് ഫ്ലെക്സിബിൾ സപ്പോർട്ട്. അതായത് ചില ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ തിക്കണായിട്ട് കാണിക്കും, അൺഈവൻലി തിക്കണായിട്ട് കാണിക്കുന്നതാണ് ഏത്? കോളൻകൈമ. അത് നമുക്ക് ഒരു ഫ്ലെക്സിബിൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സിന്. ഓക്കെ, ഇനി സ്ക്ലീറൻകൈമ, ഡെഡ് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒറ്റയടിക്ക് എഴുതായത് സ്ക്ലീറൻകൈമ. ഓക്കെ, അപ്പോൾ ദ പ്ലാന്റ് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽ വിത്ത് തിക്ക് വാൾ ഓൺ ഓൾ സൈഡ് ഗിവിംഗ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. അതാണ് സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഡസ് സൈലം ട്രാൻസ്പോർട്ട് ആൻഡ് വിച്ച് ഡയറക്ഷൻ? സൈലം എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? കഷ്ടപ്പെട്ട് താഴ്ത്തുന്ന വാട്ടറും മിനറൽസ് ഒക്കെ എടുത്ത് റൂട്ട്സിൽ നിന്ന് ലീഫിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് സൈലം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്ലോയം എന്താ ചെയ്യുന്നത്? ഈ കഷ്ടപ്പെട്ട് ലീവ്സുകളൊക്കെ ഉണ്ടാക്കിയ ഷുഗേഴ്സ്, ഫുഡൊക്കെ പല ഭാഗത്ത്, പ്ലാന്റ്സിനെ പല ഭാഗത്തിലേക്ക് എത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫുഡ് അല്ലെങ്കിൽ ഷുഗേഴ്സ് ഫ്രം ലീഫ് ടു ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ആണ് ഫ്ലോയം ചെയ്യുന്നത്. അപ്പോൾ സൈലം റൂട്ടിൽ നിന്നും താഴെ നിന്ന് മുകളിലേക്കുള്ള ഓരോ സാധനങ്ങൾ എത്തിക്കുക, മനസ്സിലായോ? വാട്ടർ, മിനറൽസ് ഒക്കെ താഴ്ത്തുന്ന റൂട്ടിൽ നിന്ന് ലീവ്സിലേക്കൊക്കെ എത്തിക്കുന്ന ആളാണ് സൈലം. ലീഫിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഫ്ലോയം എന്ന് പറയുന്നത്. വൈ ഡസ് എ മോണോകോട്ട് സ്റ്റെം ഇൻക്രീസസ് ഇൻ ലെങ്ത് ബട്ട് നോട്ട് ഗിർത്ത്? മോണോകോട്ട് സ്റ്റെം എന്താണ്? ലെങ്ത് മാത്രം ഇങ്ങനെ കൂടുന്നുണ്ട്, അതിന് തടി വെക്കുന്നില്ല. തടി എന്നൊക്കെ പറയുമ്പോൾ ലാറ്ററൽ മെരിസ്റ്റം നമുക്കറിയാം. അപ്പോൾ അതിന് ലാറ്ററൽ മെരിസ്റ്റം ആബ്സെന്റ് ആണ്. ഇറ്റ് ലാക്ക് ലാറ്ററൽ മെരിസ്റ്റം. അനിമൽ ടിഷ്യൂ ആർ ഫോംഡ് ഫ്രം വിച്ച് ടൈപ്പ് ഓഫ് സെൽ? അനിമൽ ടിഷ്യൂസ് ഫോം ചെയ്യുന്ന സെല്ലുകളാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അടുത്തത് വൈ ആർ സ്റ്റെം സെൽ കോൾഡ് മാസ്റ്റർ സെൽ ഓഫ് ദ ബോഡി? ഈ സ്റ്റെം സെൽസിന് എന്തുകൊണ്ടാണ് മാസ്റ്റർ സെൽ എന്ന് പറയുന്നത്? ദേ ക്യാൻ ഡിവൈഡ് മെനി ടൈം ആൻഡ് ചേഞ്ച് ഇൻ ടു ഡിഫറെൻറ്റ് സെൽ ടൈപ്പ്. ഈ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ റിപ്പീറ്റ്ലി ഡിവൈഡ് ചെയ്ത് മസിൽ സെല്ലോ, നെർവ് സെൽസോ, ബ്ലഡ് സെൽസോ, അങ്ങനെ ഏതെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ ആവാനായിട്ട് ഈ സ്റ്റെം സെൽസിന് സാധിക്കും. അടുത്തത് വിച്ച് അനിമൽ ടിഷ്യൂ കവർ ബോഡി സർഫസസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്രീഷൻ? ഈ ബോഡി സർഫസിനൊക്കെ കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. ഇനി വിച്ച് അനിമൽ ടിഷ്യൂ ഇൻക്ലൂഡ് ബ്ലഡ്, ബോൺ, കാർട്ടിലേജ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് കണക്ഷൻ? അപ്പോൾ ബ്ലഡ്, ബോൺ എന്നൊക്കെ പറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസിലാണ് ബ്ലഡ്, ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ എന്നൊക്കെ പറയുന്നത്. അവരാണ് ഓരോ ബോഡി പാർട്സിനെ കണക്ട് ചെയ്യിക്കുന്നത്. അടുത്ത വിച്ച് അനിമൽ ടിഷ്യൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ബോഡി മൂവ്മെന്റ് കേൾക്കുമ്പോൾ കൺട്രാക്ഷൻ, റിലാക്സേഷൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വന്ന ആളാരാണ്? മസിൽ ടിഷ്യൂ ആണ് എന്ത് ചെയ്യുന്നത്? കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ബോഡി മൂവ്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മസിൽ ടിഷ്യൂസ് ആണ്. അടുത്തത് വിച്ച് അനിമൽ ടിഷ്യൂ ക്യാരി നെർവ് ഇമ്പൾസസ് ആൻഡ് കൺട്രോൾ ഓർ കോർഡിനേറ്റ് ബോഡി ആക്ടിവിറ്റി? നെർവ് ഇമ്പൾസ് ക്യാരി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂറലാണ്, നെർവാണ്, ന്യൂറൽ ടിഷ്യൂ ആണ്. ഇറ്റ് ഈസ് ന്യൂറൽ ടിഷ്യൂ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂറോൺസ്. ഇറ്റ് ക്യാരി നെർവ് ഇമ്പൾസ് ആൻഡ് കോർഡിനേറ്റ് ബോഡി ഫങ്ഷൻ. ഓക്കെ, ഇത്രയുള്ള ഇതിലെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.